ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുന്ദരിയുടെ വീട്ടിൽ നിന്നും വൈഗ വിഷമിച്ചുകൊണ്ട് തന്നെ കുഞ്ഞുമായിട്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കാർത്തിക് ഒരുപാട് അങ്ങ് തടയാനൊക്കെ നോക്കുന്നുണ്ട്. വൈഗ, നീ ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞാൽ പോലും വൈഗ അതൊന്നും കേൾക്കാതെ, ഇനി എന്നെ നോക്കി ആരും വരരുത്, ഞാനും എൻ്റെ കുഞ്ഞും പോവുകയാണ്, എനിക്ക് ഇനി ആരുമില്ല, ഞാൻ അനാഥയാണ് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ പോകുന്നത്. ഈ സമയത്ത് കുറേയൊക്കെ സുന്ദരിയും എല്ലാവരും തടയാൻ നോക്കുമ്പോഴൊന്നും വൈഗ അതൊന്നും കേൾക്കില്ല. അങ്ങനെ വൈഗ കുഞ്ഞുമായിട്ട് പോയ ശേഷം കാർത്തിക് പിന്നെ വൈഗ പോയ ആ ഒരു ദേഷ്യം മുഴുവനും തീർക്കുന്നത് സുന്ദരിയുടെ നേരെ ആവട്ടോ. സുന്ദരിയുടെ നേരെ അങ്ങ് ചെന്നിട്ട് കഴുത്തങ്ങ് പിടിച്ച് പീച്ചിങ്ങോട്ട് തന്നെ പറയാണ്, നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. എൻ്റെ വൈഗ, എൻ്റെ എല്ലാമായ വൈഗ എന്നിൽ നിന്നും പോയി, നീ കാരണമാണ്. അതുകൊണ്ട് ഇനി നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെടി എന്നങ്ങ് പറഞ്ഞ ശേഷമാണ് കേട്ടോ സുന്ദരി അങ്ങ് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമാമ അതൊക്കെ കണ്ടുകൊണ്ട് സാഹി കേട്ടിട്ട് തന്നെ, നീ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൺമുന്നിൽ വെച്ച് നീ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നോടാ. അപ്പോൾ ഞാനില്ലാത്ത സമയങ്ങളിൽ നീ എൻ്റെ കുഞ്ഞിനെ എത്രത്തോളം അധികം ഉപദ്രവിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് കാർത്തികിനെ പിടിച്ചങ്ങ് തള്ളുകയാണ് കേട്ടോ. തള്ളിയതോടുകൂടി കാർത്തിക് അവിടെ പോയിട്ട് അങ്ങ് വീഴുകയാണ്. പക്ഷേ കാർത്തികിന് വീണ്ടും സുന്ദരിയോടുള്ള ആ ഒരു ദേഷ്യവും കലിപ്പും അടക്കാനാവാതെ തന്നെ വീണ്ടും സുന്ദരിയുടെ നേരെ അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് വല്ല ഭ്രാന്തനെ പോലെ അങ്ങ് വന്നിട്ട്, എടി നിന്നെ ഞാൻ ഇന്ന് കൊല്ലും, നീ ഇനി ഈ ഭൂമിയിൽ വേണ്ടടി എന്നും പറഞ്ഞിട്ട് വീണ്ടും സുന്ദരിയെ ഉപദ്രവിക്കുമ്പോൾ കൃഷ്ണമാമയുടെ ക്ഷമ അങ്ങ് നശിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൃഷ്ണമാമ, എന്താടാ നീ എൻ്റെ കുഞ്ഞിനെ ഇനിയും ഉപദ്രവിക്കുന്നു? ഇത്രയും കാലം നീ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചതും പോരാ, ഇനിയും നീ എൻ്റെ കുഞ്ഞിനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേടാ എന്നും പറഞ്ഞിട്ട് കാർത്തികിനെ കൃഷ്ണമാമ അങ്ങ് പിടിച്ച് പീച്ചിട്ട് അങ്ങ് മേലോട്ട് തന്നെ പൊക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ കഴുത്തങ്ങ് പിടിച്ച് ഞെരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി നീ ഈ ഭൂമിയിൽ വേണ്ട, നീ ഇനി ആർക്കും തന്നെ ഒരു ശല്യവും ഭാരവുമായിട്ട് ഈ ഭൂമിയിൽ വേണ്ട, നീ ഇതിലും കുറഞ്ഞൊരു ശിക്ഷ ഇനി നിനക്കില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കൃഷ്ണമാമ കാർത്തികിനെ അങ്ങ് ഉപദ്രവിക്കുന്നത്. അങ്ങനെ കാർത്തികിന് ശ്വാസം മുട്ടിയിട്ട് തന്നെ കാർത്തികിൻ്റെ കണ്ണൊക്കെ അങ്ങ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണമാമ അങ്ങനെ പറയുന്നുണ്ട്, നീ എത്രത്തോളം അധികം എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു, നീ വൈഗയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞ് ഒരിക്കലും ഗർഭിണിയാവില്ല എന്ന് വരെയുള്ള കളവ് നീ പറഞ്ഞു, ഇനി ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ഇതുവരെയും എൻ്റെ മോള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് മാപ്പ് തന്നത്, അവളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ, എൻ്റെ സുന്ദരിയുടെ മനസ്സിൻ്റെ വലിപ്പം കാണാനുള്ള ആ ഒരു ബുദ്ധി പോലും നിനക്കുണ്ടായില്ലടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഇനി നീ ഈ ഭൂമിയിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കൃഷ്ണമാമ കാർത്തികിനെ അങ്ങ് പിടിച്ച് പീച്ചുകൊണ്ടിരിക്കുകയാണ്, കഴുത്തങ്ങ് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മനസ്സിലാവുകയാണ് സുന്ദരിക്ക്, ഇനി ഞാൻ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ കൃഷ്ണമാമ കാർത്തികിനെ കൊല്ലും, എന്നിട്ട് കൃഷ്ണമാമയ്ക്ക് തന്നെ ജയിലിൽ പോവേണ്ടി വരും. വേണ്ട, ഇനി ഇവൻ കാരണം എൻ്റെ കൃഷ്ണമാമയ്ക്ക് ഇങ്ങനെ ഒരു ദുരിതം വരാൻ പാടില്ല എന്നും മനസ്സിൽ കരുതിയിട്ട് സുന്ദരി നേരെ കൃഷ്ണമാമയുടെ കൈ അങ്ങ് പിടിച്ച് വലിക്കേണ്ട. വേണ്ട മാമ, കൃഷ്ണമാമ വിടൂ, വേണ്ട, അവനെ കൊന്നിട്ട് ആ ഒരു ശിക്ഷ എൻ്റെ മാമന് വേണ്ടി വേണ്ട, അവൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അവൻ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് കൃഷ്ണമാമ ഇപ്പോൾ അവനെ കൊന്നാൽ അവൻ സുഖമായിട്ടങ്ങ് മരിച്ചു പോവും, ഒരു ടെൻഷനും കൂടാതെ അവനങ്ങ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പാടില്ല. അവന് ഇഞ്ചിഞ്ചായിട്ട് തന്നെ, അവന് ഒറ്റപ്പെടലിൻ്റെയും വേർപാടിൻ്റെയും ആ നൊമ്പരത്തിൽ അവൻ ഇഞ്ചിഞ്ചായിട്ട് തന്നെ മരിച്ച് ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവന് ഇപ്പം തന്നെ കൊല്ലരുത്. കൃഷ്ണമാമ അവനെ കൊന്നു കഴിഞ്ഞാൽ അവനങ്ങ് ഒരു ശിക്ഷയും അനുഭവിക്കാതെ സുഖമായിട്ടങ്ങ് മരണപ്പെടും, ഒരു വേദനയും അറിയാതെ. അതുകൊണ്ട് കൃഷ്ണമാമ ഒരിക്കലും അവനെ കൊല്ലരുത് എന്നങ്ങ് പറയുമ്പോൾ അത് കൃഷ്ണമാമയ്ക്ക് അങ്ങ് കൊള്ളുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരി പറയുന്ന ആ വാക്കുകൾ കുറച്ച് സത്യമുണ്ട്. അതുകൊണ്ട് ഇവനെ ഇപ്പോൾ കൊല്ലരുത്, കാരണം ഇവൻ അനുഭവിക്കണം ഒറ്റപ്പെടലിൻ്റെയും വേർപാടിൻ്റെയും വേദനയും, അവൻ ചെയ്തു കൂട്ടിയ എല്ലാ പാപത്തിൻ്റെയും ശിക്ഷ അവൻ ഇഞ്ചിഞ്ചായിട്ട് തന്നെ അനുഭവിക്കണം എന്നുള്ള കാര്യം കൃഷ്ണമാമയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ കാർത്തികിൻ്റെ കഴുത്തിൽ നിന്നും കൃഷ്ണമാമ കൈ അങ്ങ് എടുത്ത ശേഷം, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്, ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞിട്ട് പട്ടിയെ ആട്ടുന്നത് പോലെ തന്നെ കാർത്തികിനെ അങ്ങ് ആട്ടി ഇറക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെ, വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെ കാർത്തികിനെ അങ്ങ് ഇറക്കി വിടുകയാണ്. പിന്നീട് വൈഗയുടെ അമ്മ അങ്ങ് വൈഗ പോയ
പോയതിൻ്റെ ആ ഒരു ടെൻഷനിൽ വൈകിയുടെ അമ്മയ്ക്ക് ബോധം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാവരും കൂടി ചേർന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച ശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകിയുടെ അമ്മയ്ക്ക് വീണ്ടും ബോധം വരികയാണ്. അപ്പോൾ വൈകിയുടെ കാര്യം ആലോചിച്ചിട്ട് അത്രത്തോളം അധികം വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരി പറയാണ്, മേഡം ഒരിക്കലും വിഷമിക്കരുത്, വൈകിയ മേഡത്തിനെ നമുക്ക് പോയി കൂട്ടിക്കൊണ്ടുവരണം. മേഡം എവിടെയാണ് മേഡം എവിടെയാണ് പോയിട്ടുള്ളതെങ്കിലും മേഡത്തിനെ നമുക്ക് കണ്ടെത്തണം, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് തന്നെ പറയാൻ കേട്ടോ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോ വഴിക്ക് അങ്ങ് പോയിട്ട് ഓരോരുത്തരുമായിട്ട് വൈകിയനെ അങ്ങ് തിരയാണ് കേട്ടോ. വൈഗ എവിടേക്കാണ് പോയത് എന്നറിയാതെ എല്ലാവരും ഓരോ കടകളിലും ആളുകളോടുമൊക്കെ ചോദിക്കുകയാണ്, വൈഗയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒരേപോലെ പറയുകയാണ്, ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സ്ത്രീയെയും ഇങ്ങനെ ഒരു കുഞ്ഞിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറയാൻ കേട്ടോ. അങ്ങനെ അവരൊക്കെ ആകെ അങ്ങ് ടെൻഷനാണ്. ഈ സമയത്ത് വൈഗ കടപ്പുറത്ത് ചെന്ന ശേഷം കുട്ടിയെ അവിടെ കിടത്തിയിട്ട് വൈഗ ഇങ്ങനെ പൊട്ടിക്കരയാൻ കേട്ടോ. എൻ്റെ ജീവിതം തന്നെ എൻ്റെ മോൾക്കും കിട്ടിയല്ലോ, ഞാൻ എന്നെ അനാഥയായിട്ടാണ് വളർന്നത്, എൻ്റെ മോൾക്കും ആ ഒരു ജീവിതം വന്നല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി വൈഗ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കാർത്തികിനോട് കുഞ്ഞ് ജനിച്ച ശേഷം എൻ്റെ മോളെ രാജകുമാരിയെ പോലെ വളർത്തണം, അവൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ഞാൻ ജീവിച്ച പോലെ ഒരിക്കലും എൻ്റെ മോള് ജീവിക്കരുത് എന്നുള്ള കാര്യമൊക്കെ കാർത്തികിനോട് വൈഗ പറഞ്ഞതും എല്ലാം തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് തന്നെ വൈഗ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് വൈഗ ആ കുഞ്ഞിനെ അങ്ങ് ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനോട് പറയാണ്, മോളെ ഇനി അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട, അമ്മയുടെ ജീവിതം ആകെ നശിച്ച ജീവിതം തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ മോള് തന്നെ സുഖമായിട്ട് ജീവിക്കണം, എൻ്റെ മോളുടെ അവസ്ഥ എൻ്റെ അവസ്ഥ പോലെ തന്നെ ആയല്ലോ എന്നൊക്കെ അങ്ങനെ കരുതിയിട്ട് വൈഗ പിന്നെ നേരെ അങ്ങ് കടലിലേക്ക് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. കടലിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയ ശേഷം വെള്ളം കുടിച്ചിട്ട് വൈഗ അങ്ങ് മുങ്ങിത്താവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ കുഞ്ഞിങ്ങനെ വാവിട്ട് കരയുമ്പോൾ പെട്ടെന്ന് തന്നെ വൈഗ അങ്ങ് ഞെട്ടി ഉണരുകയാണ് കേട്ടോ. അപ്പോൾ വൈഗ അത് ആലോചിച്ചതായിരിക്കും കേട്ടോ, ഞാൻ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നതോ പിന്നീട് എൻ്റെ കുഞ്ഞങ്ങ് അനാഥയായി ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ വൈഗക്ക് അങ്ങ് മനസ്സിലാവുക കേട്ടോ. എന്നിട്ട് കുഞ്ഞിനെ വാരിയെടുത്ത ശേഷം വൈഗ അങ്ങ് ഒരു തീരുമാനമെടുക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ അനാഥയാക്കില്ല, എൻ്റെ കുഞ്ഞ് സുഖവും സന്തോഷത്തോടു കൂടിയിട്ടും തന്നെ ജീവിക്കണം, അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കി മരിക്കാൻ പാടില്ല, ഞാൻ എന്തായാലും ഒരു തീരുമാനമെടുക്കണം എന്ന് മനസ്സിൽ കരുതിയ ശേഷം വൈഗ പിന്നെ നേരെ പോകുന്നത് ശ്രീയുടെ അടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് ശ്രീയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയാണ് കേട്ടോ. അങ്ങനെ വൈഗ ശ്രീനോട് ഒരു വാക്ക് വാങ്ങാൻ കേട്ടോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാനും കുഞ്ഞും നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ആരെയും നീ അറിയിക്കാൻ പാടില്ല, അത് നീ എനിക്ക് വാക്ക് തരണം, അതല്ല ഞാൻ അറിയാതെ നീ ആരെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരെയോ സുന്ദരിയെയോ അങ്ങനെ ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിൻ്റെ കൂടെ നിൽക്കില്ല, ഞാൻ എവിടേക്കെങ്കിലും എൻ്റെ കുഞ്ഞുമായിട്ട് പോകും എന്നങ്ങ് പറയട്ടോ. അങ്ങനെ ശ്രീ പറയണേ, ഞാൻ ആരോടും പറയില്ല വൈഗ, നിനക്ക് ഞാൻ വാക്ക് തരുന്നു, എൻ്റെ പക്കൽ നിന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു വാക്കൊക്കെ വൈഗ പിന്നെ വാങ്ങാൻ കേട്ടോ. അങ്ങനെ വൈഗ ഡോക്ടറെ കൂടെ തന്നെ ശ്രീയുടെ കൂടെ തന്നെ അങ്ങ് താമസിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമാണ് സമയത്ത് ശ്രീ ഇങ്ങനെ വൈഗക്ക് സഹായത്തിന് നിന്നിരുന്ന ആ മായേനെയും കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വൈഗ ആകെ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. ശ്രീ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെയുള്ള കാര്യം ആരോടും പറയരുത് എന്ന്, എന്നിട്ട് നീ എന്തിന് ഈ മായയെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ മായ ഒരിക്കലും ആരോടും പറയില്ല എന്നങ്ങ് പറയട്ടോ. അപ്പോൾ മായ പറയണേ, ഇല്ല മാഡം, ഞാൻ ഒരിക്കലും ഡോക്ടറെ വീട്ടിലും വൈഗ മാഡം ഉള്ള കാര്യം ഞാൻ ആരോടും പറയില്ല എന്ന് പറയുമ്പോൾ സുന്ദരിയോട് പോലും പറയില്ല. പക്ഷേ മായ, നീ ഇവിടേക്ക് ദിവസം വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സംശയമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡോക്ടറെ വീട്ടിൽ ജോലി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അതുകൊണ്ട് ആർക്കും തന്നെ ഒരു സംശയവും വരില്ല, ഞാൻ വന്നു പോകുന്നത് കൊണ്ട് ഒരു സംശയവും വരില്ല എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ വൈഗയുടെ സഹായത്തിന് ശ്രീ മായയെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ വൈഗ ശ്രീയോട് പറയുന്നുണ്ട്, ശ്രീ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മായയെ കൂടി നീ ആക്കി തന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ശ്രീ പറയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നീ ഇവിടെ തനിച്ചായിരിക്കും, നീയും കുഞ്ഞും ഇവിടെ തനിച്ചായിരിക്കും, ഇപ്പോൾ നിൻ്റെ ഹെൽത്തൊക്കെ നോക്കേണ്ട ആ ഒരു സമയമാണ്, അതുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കാൻ ഒരാൾ കൂടിയേ തരൂ, അതുകൊണ്ട് നീ മായ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി, കുഞ്ഞിനെ നോക്കുന്നതും നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മായ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ ശേഷം ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ വൈഗയുടെ അമ്മയ്ക്കും സുന്ദരിക്കും ആർക്കും തന്നെ വൈഗ എവിടെയാണ് എന്നുള്ള ആ കാര്യം മനസ്സിലാവാതെ ഇങ്ങനെ അവരൊക്കെ വിഷമിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താവും സുന്ദരി ഇങ്ങനെ മായനെ കാണുകയാണ് കേട്ടോ. അപ്പം മായ ഇങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്
വരുന്നത് സുന്ദരി കാണുകയാണ്. അങ്ങനെ സുന്ദരി നേരെ മായയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പം മായ സുന്ദരിയെ കണ്ടതോടുകൂടി അങ്ങ് പതറുകയാണ് കേട്ടോ. മായ എന്താ എന്താ നീ ഇവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ മായ ഒന്ന് പതറിയും കൊണ്ട് തന്നെ പറയാണ്, ആ സുന്ദരി ഞാൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ, പച്ചക്കറിയോ അതെന്തിനാ നീ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് അതോ അത് എനിക്ക് തലവേദനയുണ്ട് അപ്പോൾ ബാമ കൂടി വാങ്ങാൻ വേണ്ടി കയറിയതാണ് എന്ന്, വേറെ ഒന്നുമില്ലല്ലോ സുന്ദരി എന്ന് പറയുമ്പോൾ സുന്ദരി പറയാണ്, വൈഗേനെ കാണാനില്ല, വൈഗമ്മയുടെ എവിടെ പോയാണാവോ, നിനക്ക് വല്ല അറിവും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്നാൽ നീ വല്ല വിവരവും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയണം കേട്ടോ മായയോട്. അപ്പം മായ അങ്ങനെ പതറിങ്ങോണ്ട് തന്നെ പറയാം, ആ ശരി സുന്ദരി ഞാൻ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞ ശേഷം മായ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ മായയുടെ ആ ഒരു പെരുമാറ്റത്തിൽ സുന്ദരിക്ക് ഒരു ചെറിയ സംശയം വരികയാണ്. അങ്ങനെ സുന്ദരി നേരെ പിന്നെ മായ ഇറങ്ങിപ്പോയ ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ അങ്ങ് കയറുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇറങ്ങിപ്പോയ ആ സ്ത്രീ ഇവിടേക്ക് എന്തിനാണ് വന്നത് എന്നങ്ങ് ചോദിക്കും. അതൊക്കെ നിങ്ങളോട് പറയാൻ അതൊന്നും പാടില്ലാത്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്തിനാ അതൊക്കെ അറിയേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ടാണ്, ഒന്ന് പറയുമോ എന്നങ്ങ് ചോദിക്കാനായിട്ട്. എനിക്ക് പരിചയമുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, അത് കുഞ്ഞിന് കൊടുക്കാനുള്ള ഡയപ്പേഴ്സും സിർലാക്കും ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്നങ്ങ് പറയുമ്പോൾ സുന്ദരിക്ക് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. വൈഗ അപ്പോൾ മായയുടെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവണം. മായ എവിടെയാണ് ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്നത് അവിടെ തന്നെ വൈഗ ഉണ്ട് എന്നുള്ള ആ കാര്യം സുന്ദരിക്ക് മനസ്സിലാവണം കേട്ടോ. അങ്ങനെ സുന്ദരി വൈഗേനെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടി തന്നെ സുന്ദരി വൈഗയുടെ അമ്മയോടും വീട്ടിലൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ.